എല്ലാവർക്കും നമസ്കാരം. ഇരവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാനെന്ത് ചെയ്യാനാ, അത് വിധിയായിരുന്നു, അത് വിധിയാണ്, എൻ്റെ കൺട്രോളിലല്ലല്ലോ കാര്യങ്ങൾ, എനിക്കിങ്ങനെ ഓരോന്ന് സംഭവിക്കുകയാണ്, എൻ്റെ തെറ്റല്ല, ഞാനെന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് വിധിയെ പഴിച്ച്, അല്ലെങ്കിൽ അവർ കാരണമാണ് ഇവർ കാരണമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം പഴിച്ച് ഞാനൊരു ഭാഗ്യമില്ലാത്ത ആളാണ്, എനിക്ക് എൻ്റെ യോഗമാണ്, എൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ വേറെയും വഴിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, പക്ഷെ ആ സംഭവിക്കുന്ന കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായും പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ നമ്മൾ എന്തായി തീരും എന്ന് പ്രവചിക്കുന്നത്. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ഭാവി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരികയാണെങ്കിലും മോശം വരികയാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ വിധിയെ പഴിക്കുകയോ യോഗത്തെ പഴിക്കുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിരിക്കുകയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആരുടെയും കുറ്റമല്ല, നമ്മുടെ തീരുമാനങ്ങളുടെ പാകപ്പിഴകൾ കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടായിരിക്കില്ല, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് വിധിയെ പഴിച്ചിട്ടൊക്കെ നമുക്ക് വിഷമിച്ച് ഇരവാദം ഉന്നയിച്ചിട്ട് ഇരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം എന്ന് ചിന്തിക്കാം, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം. പോം വഴിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരുപാട് വഴികൾ തുറന്നു വരും. മറിച്ച് വിധിയെ പഴിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവർ കാരണം എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, എൻ്റെ വിധിയാണ്, ഇവർ കാരണം എനിക്കുണ്ടായത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ വഴികൾ തുറന്നു വരില്ല. എല്ലാ വഴിയും അടഞ്ഞ പോലെ അവർക്ക് തോന്നും. പക്ഷെ നമ്മളെപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തു കിടക്കാം എന്നുള്ളതാണ്. പിന്നെ ഒരു സന്ദർഭം വരികയാണ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്, നമ്മളെ വിമർശിക്കുകയാണ്, നീ ആ ചെയ്തത് ശരിയായില്ല, അത് ഇങ്ങനെയല്ല, അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. എന്താണ്? ഒന്ന്, അവർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നോട് അസൂയയാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ വിചാരിച്ചിട്ട് അയാളെ, ആ വിമർശിച്ച ആളിനെ ശത്രുവായിട്ട് നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വയം വിലയിരുത്താം. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, എനിക്കിങ്ങനെ തെറ്റ് പറ്റിയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്വയം തിരുത്താം. അങ്ങനെ നമുക്ക് ആ ഫീഡ്ബാക്കിനെ കൺസ്ട്രക്റ്റീവായി എടുത്തുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ ലൈഫ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യത്തെ ഓപ്ഷൻ പോലെ അയാൾക്ക് എന്നോടുള്ള അസൂയ കൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളെ ഒരു ശത്രുവായി കണക്കാക്കുകയും അയാൾ പിന്നെ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏത് ഓപ്ഷനാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും. നമ്മളിലെ വ്യക്തി എന്തായിത്തീരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണോ, കിടന്നുറങ്ങണോ, ജങ്ക് ഫുഡ് കഴിക്കണോ, ഹെൽത്തിയായ ഫുഡ് കഴിക്കണോ, എക്സസൈസ് ചെയ്യണോ, അതോ ചുമ്മാ കിടന്ന് TV കാണണോ, രാവിലെ എഴുന്നേറ്റ് പഠിക്കണോ, അതോ ഫോൺ നോക്കി സമയം കളയണോ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അതെല്ലാം അവിടെയൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനമാണോ എടുക്കുന്നത്, നമ്മുടെ ചോയ്സ് എന്താണോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മുടെ ബാക്കി വരുന്ന ലൈഫ് എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും ബാധകമാണ്. നമുക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല, പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ചോയ്സാണ്. സ്വീകരിക്കണോ, തള്ളിക്കളയണോ, പരിഗണിക്കണോ, അവഗണിക്കണോ, ലോയലായിരിക്കണോ, അതോ ചീറ്റ് ചെയ്യണോ, നിന്നു കൊടുക്കണോ, ഇറങ്ങി ഓടണോ, പകരം വീട്ടണോ, വിട്ടുകളയണോ, ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കുക. യുവർ ഡെസ്റ്റിനി ഡിറ്റർമൈൻഡ് ബൈ യുവർ ചോയ്സസ് എന്നാണ് പറയുക. നമ്മുടെ തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ വിധി ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ വിധിയെ പഴിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല.